പരീക്ഷയിൽ നമ്മൾ ഒറ്റക്കാണ്. ക്ലാസ് റൂമിൽ നിങ്ങൾ 10, 30, 40 ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മൾ തനിച്ചാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ നമുക്ക് പരീക്ഷണങ്ങൾ വരുമ്പോ നമ്മൾ തനിച്ചുണ്ടാവും. ആ തനിച്ചാകുന്ന സമയത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് നമ്മൾ അകന്നിരിക്കരുത്. നേരെ മറിച്ചിട്ട് ഒറ്റപ്പെടുന്ന സമയത്ത് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള വെളിച്ചമാണ് ഒറ്റപ്പെടൽ. നല്ല മനസ്സിലാക്കുക. നമ്മൾ ഒറ്റപ്പെടുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ പല സമയത്ത് നമ്മളെ സഹായിക്കാനുണ്ടാകും, സ്നേഹിക്കാനുണ്ടാകും, ക്യാഷ് കടം മേടിക്കാനുണ്ടായിരിക്കും. പക്ഷേ എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ വന്ന് ഒറ്റപ്പെടുന്ന സമയത്ത് ഞാൻ തനിച്ചായി എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു വെളിച്ചമാണ് ഈ ഒറ്റപ്പെടൽ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. അതിനപ്പുറം ഒരു സത്യം മനസ്സിലാക്കണം. നമ്മളിവിടെ നിലനിൽക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ ആവശ്യമല്ല. നമ്മളിവിടെ സന്തോഷമായിട്ട് ജീവിക്കുക, നമ്മൾ നിലനിൽക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നാം പ്രവർത്തിക്കണം. വർത്താനം പറയല്ല, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. എന്തും തുടങ്ങൽ എളുപ്പം അല്ലെ? ഇപ്പൊ കോഴ്സ് തുടങ്ങുന്ന സമയത്ത് എത്ര ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ അത് തുടർന്നുകൊണ്ട് അതിനെ പൂർത്തിയാക്കിയവർ വളരെ കുറവാണ്. തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷേ അതിനെ തുടർന്നു കൊണ്ടുപോകുവാനുള്ള മനക്കരുത്താണ് ഒരു മനുഷ്യന് ജീവിതത്തിൽ വേണ്ടത്. തുടർന്നു കൊണ്ടുപോകാനുള്ള മനക്കരുത്ത് വേണം. അങ്ങനത്തെ ആളുകൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ എന്താണെങ്കിലും ജീവിതം എന്നുള്ള ഈ യാത്രയിൽ ഒരുപാട് അറിവുകൾ നമ്മൾ നേടി. എത്രങ്ങാനും അറിവുകളാണ് നേടിയിട്ടുള്ളത്. 3-4 വയസ്സിൽ സ്കൂളിൽ കൊണ്ട് ചേർത്ത് അന്നു മുതൽ നമ്മൾ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുക. പക്ഷെ എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളോട് എനിക്ക് പറയാനുള്ളത്, അറിവുകൾ നേടിയത് കൊണ്ട് ജീവിതം വിജയിക്കില്ല. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. അറിവുകൾ നേടിയത് കൊണ്ട് ജീവിതം ഒരിക്കലും വിജയിക്കില്ല. അറിവുകൾ എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ നിന്ന് കിട്ടും, യൂട്യൂബിൽ നിന്ന് കിട്ടും, ഒരുപാട് പ്രഭാഷണ വേദികളിൽ നിന്ന് കിട്ടും. അറിവുകളല്ല മനുഷ്യന് വേണ്ടത്, തിരിച്ചറിവാണ്. തിരിച്ചറിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം എന്ന ഈ യാത്രയിൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്തവരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധമാണ് നിങ്ങളുടെ ജീവിതം വിജയിപ്പിക്കുള്ളൂ. അപ്പൊ ഞാനിവിടെ പ്രോഗ്രാം ലേറ്റായ സമയത്ത് കുറച്ച് ഒന്ന് കണ്ണുമോറൊക്കെ കാണിച്ചപ്പോ ഷഹാനന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ പ്ലീസ് ചൂടാവല്ലേ. റിയാസിനെ വിളിച്ചപ്പോ റിയാസിന് കാര്യകാരണങ്ങളുണ്ട്, ഷഹാനക്ക് കാര്യകാരണങ്ങളുണ്ട്. എന്റെ സ്വന്തം ജ്യേഷ്ഠന്റെ മോൾ ഐഷ നമ്മുടെ അസിസ്റ്റന്റെ വിളിച്ചപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഒരാഴ്ചയായി ഞാൻ പറയാണ് 9:30 മണിക്കൂടെ വരണം എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ കയറി വരുമ്പോ ഓൾറെഡി ലേറ്റ് ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടിച്ചു കാറ്റാല് പിന്നെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങും. വടകരന്ന് വന്ന ആളുകളുണ്ട്, കണ്ണൂരിൽ നിന്ന് വന്ന ആളുകളുണ്ട്. അവരിവിടെ സമയത്തിന്റെ നേരത്തെ എത്തി. അപ്പൊ ഇങ്ങനെ ലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ദേഷ്യം പിടിക്കേണ്ടടുത്ത് കുറച്ചൊക്കെ ദേഷ്യം പിടിക്കണം. നമ്മളൊരു പാത്രത്തിൽ അരി ഇങ്ങനെ വെച്ചിട്ട് ചൂടാക്കിയാലേ അത് തിന്നാൻ പറ്റുള്ളൂ, അല്ലാതെ വെള്ളം ഒഴിച്ചാൽ തിന്നാൻ പറ്റൂല. ചൂടാക്കേണ്ടടുത്ത് ചൂടാക്കണം. അതൊരു മനുഷ്യന്റെ ധർമ്മമാണ്. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. അത് നിങ്ങൾ പഠിക്കണം. നോ എന്ന് പറയേണ്ടടുത്ത് നോ പറയണം, പറയാതിരിക്കരുത്. അപ്പോഴേ നമ്മൾ ജീവിതത്തിൽ എന്താവുള്ളൂ, വിജയിക്കുള്ളൂ. ജീവിതത്തിൽ അപ്പോഴേ നമ്മൾ വിജയിക്കുള്ളൂ. വിജയിച്ചവരല്ല സന്തോഷമുള്ളവർ. വിജയിച്ചവരല്ല സന്തോഷമുള്ളവർ. സന്തോഷമുള്ളവരാണ് ജീവിതത്തിൽ വിജയിച്ചവർ. മനസ്സിലായ?